ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എക്സാമുകൾ ഓൾമോസ്റ്റ് എല്ലാ എൻട്രൻസുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നാറ്റ ചാൻസസ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്തവണ BRക്ക് അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് അലോട്ട്മെൻറ്റുകളുടെ ഒരു സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും ടെൻഷനാണ്. പല പാരൻസിനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയില്ല. എസ്പെഷ്യലി മെറിറ്റ് സീറ്റുകളെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മെറിറ്റ് സീറ്റ് അലോട്ട്മെൻറ്റുകൾ ഒരു ജൂൺ 10 കൂടിയിട്ടൊക്കെയാണ് BRക്കിനെ സംബന്ധിച്ചിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 10 കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ജോസ എന്ന് പറഞ്ഞൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് JEE എഴുതിയിട്ടുള്ള എല്ലാ BRക്ക് ആസ്പിരൻസിനെ സംബന്ധിച്ചിട്ടും അലോട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് സ്റ്റാർട്ട് ആവുമെന്നും പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ജൂൺ 10 BTECന്റെ കീമിൻ്റെ എക്സാം കഴിയുന്നത്. അപ്പോൾ ജൂൺ 10 BTEC കീം എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരണം. കഴിഞ്ഞ തവണ 13 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത് കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ ഇത്തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 10 ദിവസത്തിനുള്ളിലെങ്കിലും റിസൾട്ട് വരേണ്ടതാണ്. അപ്പോൾ മാക്സിമം ഒരു 10 ദിവസം എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂൺ 20 റിസൾട്ട് വരുന്നത്. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് വേണ്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കീമിലത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കുറച്ചും കൂടി ലെങ്തി ആണ്. കാരണം ജോസയിൽ നിങ്ങൾക്ക് ഓൾറെഡി റാങ്ക് ഉണ്ട്, JEEയുടെ റാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടന്നാൽ മതി. പക്ഷെ കീം അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കീം അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് +1 +2 മാർക്സ് എൻ്റർ ചെയ്യേണ്ടി വരും, നാറ്റ സ്കോർ എൻ്റർ ചെയ്യേണ്ടി വരും. അത് അവർ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ബേസിൽ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വൺസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റാണ് ആദ്യം വന്നത്. അതിനുശേഷമായിരിക്കും BRക്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇത്തവണ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. എങ്കിലും ഞാൻ ആ ഒരു പ്രോസസ്സിനെ പറ്റി പറഞ്ഞാണ്. ഈ പ്രോസസ്സ് ഒന്നും അറിയാതെ നിങ്ങൾ ആരും തന്നെ പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജിൽ പോയിട്ട് മെറിറ്റ് സീറ്റാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉയർന്ന ചെലവോട് കൂടിയിട്ടുള്ള ഫീസുകൾ അടയ്ക്കരുത് എന്നാണ് ജനറൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മെറിറ്റ് സീറ്റാണ് വേണ്ടതെങ്കിൽ കീം അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി തന്നെയാണ് കേരളത്തിലേക്കുള്ള എല്ലാ ഗവൺമെന്റ് കോളേജസിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിലേക്കുമുള്ള സീറ്റ് അലോട്ട്മെന്റ് നടത്തുന്നത്. ഗവൺമെന്റ് കോളേജസിലാകുമ്പോൾ ഗവൺമെന്റ് പറയുന്ന വളരെ ചെറിയൊരു ഫീസ് എമൗണ്ടാണ് ഫീസായിട്ട് വരുന്നത്. പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജസ് ആണെങ്കിൽ പോലും മാനേജ്മെന്റ് ഫീസിലേക്ക് മേടിക്കുന്നതോ അതോ NRI കോളേജ് സീറ്റിലേക്ക് മേടിക്കുന്നതുമായിട്ടുള്ള ഫീസല്ല മെറിറ്റ് സീറ്റിന് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കോൾ വരുന്ന കോളേജസിലേക്ക് ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നല്ല കോളേജസ് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുമ്പോൾ ഒരു ലെങ്തി അലോട്ട്മെന്റ് പ്രോസസ്സാണ് ജോസ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ജോസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എനിക്ക് പറയാനുള്ളത് കാൻഡിഡേറ്റ് പോർട്ട് 10 തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ടുള്ള ഇഗ്നൈറ്റ് സ്റ്റുഡൻസിന് നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും അത് ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ ഫസ്റ്റ് മോക്ക് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 13 അപ്പോൾ ആ ഒരു 13 മോക്ക് അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. സെക്കൻഡ് മോക്ക് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 17 അപ്പോൾ ഈ 2 മോക്ക് അലോട്ട്മെന്റിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്തിട്ട് കുട്ടികളെയാണ് മോക്ക് അലോട്ട്മെന്റ് കൺസിഡർ ചെയ്യുക. മോക്ക് അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ അറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 20 അപ്പോൾ ജോസ അലോട്ട്മെന്റ് പ്രോസസ് 10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ 20 ആകുമ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ പല കുട്ടികളും വിചാരിച്ച പോലെ റാങ്ക് കിട്ടാത്ത പല കുട്ടികൾ എന്നെ വിളിച്ചിട്ട് അപ്പോൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വീക്കിനായിട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ജോസ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി നിങ്ങൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളടുത്ത ഫീസിൽ നിന്ന് അത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ എല്ലാ ദിവസങ്ങളിലും വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.